പ്രിയരെ നമസ്കാരം. ഇത് കോട്ടയം നാഗമ്പാടം നെഹ്റു സ്റ്റേഡിയമാണ്. നിരവധി കായിക പോരാട്ടങ്ങൾ നടന്ന കളിസ്ഥലം. ഇന്നതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഗ്രൗണ്ടിലോ ട്രാക്കിലോ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ ഡെയിലി കളിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പിന്നെ ഒരു ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വരില്ല. കാരണം കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും ഗ്രൗണ്ട്. അതാണ് മെയിൻലി. പിന്നെ ഇത് കുറേ വർഷങ്ങളായിട്ട് ഒരേപോലെ തന്നെയാണ്. ഒരു വർക്കും ഇവിടെ ആരും ചെയ്തിട്ടില്ല. വർഷം മുമ്പ് ഇവിടെ സ്ഥാപിക്കേണ്ടിയിരുന്ന സിന്തറ്റിക് ട്രാക്ക് ഒരു സൗകര്യമില്ലാത്ത പാലായിലേക്ക് UDF സർക്കാർ കൊണ്ടുപോയത് മുതൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ദുരവസ്ഥ തുടക്കം കുറിച്ചെന്ന് പറയാം. സ്ഥിരമായി ഇവിടെ എത്തുന്ന ഇൻ്റർനാഷണൽ ബാസ്ക്കറ്റ്ബോൾ പ്ലെയറും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്രണ്ടുമായ വിവേക് സാറിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഗ്രൗണ്ട് ഭയങ്കര മോശാവസ്ഥയിലാണ്. കുട്ടികൾക്ക് കളിക്കാനും പറ്റില്ല. നടക്കാവുന്നവർ കുറേ പേര് നടക്കാൻ വന്നിരുന്നതാണ്, അവർക്ക് നടക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? ലഹരി വിരുദ്ധം എന്ന് പറയല്ലാണ്ട് അതിന് എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് ഇറങ്ങാണ്ട് പിന്നെ അവരെവിടെ പോകും? എത്രയോ വയസ്സായ ആൾക്കാരും വരുന്നു, കുട്ടികളും വന്ന് കളിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. എന്താ ഈ പാടം പോലെ ആക്കി ഇട്ടിരിക്കണം നല്ലൊരു ഗ്രൗണ്ട്. ഈ കോട്ടയംകാർ പിള്ളേർ പിന്നെ അവിടെ പോയി കളിക്കാനായിട്ടാണ്. അപ്പം നിങ്ങൾ ഈ ലഹരി വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അല്ലാണ്ട് ഗ്രൗണ്ട് ഇങ്ങനെ കാട് പിടിപ്പിച്ചിട്ട് പാമ്പിനെ കൊണ്ട് പിള്ളേരെ കടിപ്പിക്കുകയല്ല വേണ്ടത്. മലയ്ക്ക് ഓടാത്തക്ക രീതിയിലെ ട്രാക്ക് വേണം. ട്രാക്ക് ആകെ ഉഴുത് മാർക്കിയിട്ടിരിക്കുകയാണ് വലിയ ലോറിയൊക്കെ കയറ്റിയിട്ട്. ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇപ്പോഴാണ് ചെയ്യേണ്ടത്. കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരാനായിട്ടായാലും എന്തിനായാലും ഇപ്പോഴാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പിന്നീട് ഇതിനെപ്പറ്റി പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പം ഈ മാരത്തൺ നടത്തുന്നതും ബാക്കിയൊക്കെ നടത്തുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ഇവിടെ ഈ ഗ്രൗണ്ടൊക്കെ വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവന്നാൽ തന്നെ കുറേ കുട്ടികൾ കളിയിലേക്ക് വരും. എനിക്കതാ പറയാം, അതൊന്നും പറയാം. കളിക്കളമില്ലാതെ എങ്ങനെ നമ്മുടെ യുവാക്കൾ ലഹരി വിട്ട് കളിക്കളത്തിലേക്ക് വരും? പ്രദേശവാസിയായ അബ്ദുൾ ലത്തീഫിനും ഗ്രൗണ്ടിൻ്റെ ദുരവസ്ഥയെപ്പറ്റി ചിലത് പറയാനുണ്ട്. നമ്മുടെ ഈ നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ അവസ്ഥ വല്ലാത്തൊരു മോശമായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് രാവിലെ എക്സസൈസ് ചെയ്യാനും ഓടാനും ഒക്കെ ആയിട്ട് പലരും വരുന്നുണ്ട്. പക്ഷേ ചുറ്റും കാട് പിടിച്ചെങ്കിൽ കൂടെ നമുക്ക് ഈ ട്രാക്കിൽ കൂടെയെങ്കിലും ഓടുകയും ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം വണ്ടികൾ കയറി ഇറങ്ങി പിന്നെ ഇപ്പോൾ തീർത്തും നമുക്ക് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. കാരണം കുട്ടികളാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിനൊക്കെ ശരിക്കും എൻജുറി വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ നടക്കാനും ഓടാനൊക്കെ വരുന്നവർക്ക്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധപ്പെടുത്തുന്നു. വേണ്ടപ്പെട്ടവർ അധികാരപ്പെട്ടവർ ഇതൊന്ന് റെഡിയാക്കുമെന്ന് വിചാരിക്കും. ലഹരിയിൽ നിന്ന് കുട്ടികളെ കളിസ്ഥലത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രസംഗിച്ചിട്ട് മാത്രം കാര്യമില്ല. അതിനായി എന്തെങ്കിലും ചെയ്യണം. അധികാരികൾ കണ്ണു തുറക്കണം. അത് ഉണ്ടെങ്കിൽ